ഇടുക്കി ജില്ലയിൽ ഭവനരഹിതരുടെ എണ്ണം കൂടുമ്പോഴും അനർഹർ വീട് കൈക്കലാക്കി വാടകയ്ക്ക് നൽകി. മറ്റു ചിലരാകട്ടെ വീട് കൈപ്പറ്റിയ ശേഷം സ്വന്തം ബഹുനില മന്ദിരത്തിലേക്ക് താമസം മാറ്റി. വാത്തിക്കുടി പഞ്ചായത്തിൽ രാഷ്ട്രീയ സ്വാധീനത്താൽ 3 വീടുകൾ തട്ടിയെടുത്തത് കേവലം ഉദാഹരണം മാത്രമാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്റെ കുടുംബം പറയും പഞ്ചായത്തിൽ നിന്നും വീട് സ്ഥലവും കൈപ്പറ്റി. ഉപ്പുതറ പഞ്ചായത്തിന് പിന്നാലെയാണ് വാത്തിക്കുടിയിലും ലൈഫ് ഭവന പദ്ധതിയിൽ അനർഹർ കടന്നുകൂടുന്നത്. ഇടുക്കി വിഷൻ എക്സ്ക്ലൂസീവ്. ഇടുക്കി ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലും വ്യാപകമായി അനർഹർ വീട് സ്ഥലവും കൈക്കലാക്കി. സ്വന്തമായി വീട് സ്ഥലവും ഉള്ളവരും മറ്റ് വരുമാന മാർഗമുള്ളവരുമാണ് രാഷ്ട്രീയ സ്വാധീനത്താൽ വീട് സ്ഥലവും കൈക്കലാക്കിയിരിക്കുന്നത്. പലയിടത്തും ലൈഫ് ഭവന പദ്ധതിയിൽ വീട് സ്വന്തമാക്കിയ ശേഷം വാടകയ്ക്ക് നൽകുകയും മറ്റു ചിലർ ലൈഫ് ഭവന പദ്ധതിയിൽ നിന്ന് ലഭിച്ച വീട് പൂട്ടിയിട്ട ശേഷം മറ്റിടങ്ങളിൽ ഉള്ള സ്വന്തം വീടുകളിലേക്ക് താമസം മാറ്റിയിരിക്കുകയുമാണ്. വാത്തിക്കുടി പഞ്ചായത്തിൽ 12-ാം വാർഡിൽ ഉൾപ്പെടുന്ന പ്രകാശിൽ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം 3 കുടുംബങ്ങൾക്കായി 3 സെന്റ് വീതം പതിച്ചു നൽകുകയും 3 പേർക്കും 4 ലക്ഷം വീതം മുടക്കി കോൺക്രീറ്റ് വീടും നിർമ്മിച്ചു നൽകി. എന്നാൽ 3 എണ്ണവും ഇന്ന് ഉടമസ്ഥനില്ലാതെ കിടക്കുകയാണ്. മുൻ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കുടുംബമാണ് ഇതിൽ ഒരെണ്ണം കൈക്കലാക്കിയത്. ഇതാകട്ടെ മുന്തിയ വാടകയ്ക്ക് നൽകിയ ശേഷം ഉടമ പഞ്ചായത്തിലെ തന്നെ മറ്റൊരു സ്ഥലത്ത് സ്വന്തമായി താമസിക്കുകയുമാണ്. മറ്റ് 2 ഉടമകൾ മറ്റിടങ്ങളിലെ സ്വന്തം വീടുകളിലാണ് താമസം. പഞ്ചായത്തിൽ നിന്ന് ഭൂമി നൽകുകയും പഞ്ചായത്ത് തന്നെ വീട് നിർമ്മിച്ച് നൽകുകയും ചെയ്തിട്ടുള്ള വ്യക്തികൾ ഒരു ദിവസം പോലും താമസിക്കാതെ ഇതിൽ 3 വീടുകളാണ് അവിടെ അനാഥമായി കിടന്നത്. അവിടെ അതിലൊരു വീട് വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ്. അവർ വാടകയ്ക്ക് പണം നൽകി അവർ വാടക മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിരവധിയായ ആളുകൾ, പ്രത്യേകിച്ച് വാത്തിക്കുടി പഞ്ചായത്തിൽ തന്നെ 500 പേർ ലൈഫിൻ്റെ ലിസ്റ്റിൽ കിടക്കുകയാണ്. പെരുന്നുട്ടി വാർഡിൽ തന്നെ നിരവധി ആളുകൾ വീടില്ലാതെ നനഞ്ഞൊലിച്ച് കിടക്കുകയാണ്. അപ്പോൾ അനർഹരായ ആളുകൾക്ക് ഗവൺമെൻറ് വീട് വെച്ച് നൽകുകയും പഞ്ചായത്ത് ഭൂമി നൽകുകയും ചെയ്തിരിക്കുന്നു. പഞ്ചായത്ത് അന്വേഷണ കമ്മീഷനിൽ വെച്ച് ഇത് സത്യമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. ഈ നടപടി ശരിക്കും പരിശോധിച്ച് അനർഹരായ ആളുകളെ അവിടെ ഒഴിവാക്കുകയും അർഹരായ ആളുകൾക്ക് വീട് നൽകുന്നതിന് ആവശ്യമായ നിയമപരമായ നടപടി ഉടൻ തന്നെ സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് ഒരു മെമ്പർ നിലയിൽ എനിക്ക് പറയുവാനുള്ളത്. 2015-20 കാലഘട്ടങ്ങളിലാണ് ലൈഫ് ഭവന പദ്ധതിയിൽ ഇവിടെ വീട് നിർമ്മിച്ചു നൽകിയത്. എന്നാൽ അന്നു മുതൽ ഇങ്ങോട്ട് ഇവിടെ ആരും താമസിക്കുന്നുമില്ല. മരിയാപുരം പഞ്ചായത്തിലെ ഉപ്പുതോട്ടിലും സമാന വിഷയം ഇടുക്കി വിഷൻ കഴിഞ്ഞ വർഷം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഭൂരഹിതരും ഭവനരഹിതരും ഏറെയുള്ളപ്പോൾ ഇത്തരം വീടുകൾ പിടിച്ചെടുത്ത് അർഹരായവർക്ക് നൽകുവാൻ സർക്കാരിന് കഴിയണം. വാത്തിക്കുടി പഞ്ചായത്തിൽ അന്വേഷണ കമ്മീഷൻ തന്നെ ഇത്തരം തട്ടിപ്പുകൾ കണ്ടെത്തിയിരുന്നു. എന്നാൽ രാഷ്ട്രീയ സ്വാധീനത്താൽ അധികൃതർ ചെറുവിരൽ അനക്കുന്നില്ല എന്നതാണ് വസ്തുത. ഇടുക്കി ജില്ലയിലെ ലൈഫ് ഭവന പദ്ധതിയുടെ സുതാര്യതയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഉപ്പുതറ പഞ്ചായത്തിന് പിന്നാലെ ഇതാ വാത്തിക്കുടിയിലും വൻ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. വാത്തിക്കുടി പഞ്ചായത്തിലെ 12-ാം വാർഡിൽപ്പെടുന്ന പ്രകാശിലാണ് 3 വീടുകൾ അനർഹർ കൈവശം വെച്ചിരിക്കുന്നത്. ഇതിലൊന്നാകട്ടെ ഒരു മുൻ സർക്കാർ ഉദ്യോഗസ്ഥൻ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ഭവന പദ്ധതിയായ ലൈഫിന് തന്നെ ചരമക്കുറിപ്പ് എഴുതുകയാണ്. ബിജു വൈശുമറമ്പൻ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.